ഇത് കാണുന്ന പോലെ കണ്ടതാണ്. ഒന്ന് കുളിക്കാൻ നമ്മളെ കൂട്ടത്തിന്റെ ആരെങ്കിലും മുടക്കി കഴിഞ്ഞാല് നമ്മള് അരീക്കോടുള്ള ഒരു വാട്ടർഫാൾസിക്ക് പോണ്. ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നീരാടാന്നുള്ളത് അല്ലേ, നീരാടാ കുളിക്കുക അല്ലേ, നീരാടി വരാം അല്ലേ. സൗദിന്ന് ഇവിടെ വെള്ളത്തില് അതല്ല സൗദിന്ന് കുളിച്ചലിയാരാണ് ഓക്കെ, പക്ഷെ എന്തായാലും കുളിച്ചലൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ അതല്ല നാട്ടിക്ക് വന്നത് ഇപ്പൊ എന്തിനാരോ അല്ലേ, ഒന്ന് കുളിക്കാൻ ഈ മഴക്കാലം ഒന്ന് ആസ്വദിക്കാൻ. ഇതിലേക്ക് എന്താ പറയാനുള്ളത്? ഒക്കെ ഓക്കെയാണ്, ഓക്കെയാണ്. ഇതൊക്കെ പുതിയ വണ്ടി എടുത്തിട്ടോ, മാഷാ മാഷാ. അപ്പൊ നമ്മള് പോകുന്നത് അപ്പൊ നമ്മള് 2 വണ്ടിക്കാണ് പോകുന്നത്. ബാക്കിലൊരു വണ്ടിയാണ്, ബാക്കിലൊരു വണ്ടി കാണിച്ചു കൊടുത്താൽ മുർഷീന്റെ ചെക്കൻ പൊലിവിൽ വരുന്നില്ലല്ലോ. ഇഞ്ഞും വരാണ്ട് ചെക്കന്മാരുണ്ട്, ചെക്കന്മാര് നമ്മക്കുണ്ട്. പക്ഷെ സാഹചര്യം മൂലം റിൻഷാദിലുണ്ടായിരുന്നു. റിൻഷാദിലേക്ക് ഒരു ഫാമിലി ഫംഗ്ഷന് ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ അവന് അതിൽ എൻഗേജ്ഡ് ആയതാണ്. അടുത്ത ബന്ധുവാണ്, ഇല്ലാത്തോണ്ട് ഒരു രസമില്ല. നമുക്കൊരു ഊർജ്ജം സംഭവം വരാണ്ട് വിഷമാണ്ടല്ലേ. ചെറിയൊരു കുറവാണെന്നില്ല, അത് വലിയൊരു കുറവ് റിൻഷാദിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് അടി ഉറപ്പാ. അടി കിട്ടാത്തോണ്ടൊരു സുഖമില്ല. അടി കിട്ടണ്ട ഞമ്മക്കുണ്ടല്ലോ ഇത് പറഞ്ഞില്ല, എന്താ പറയാ, ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. സംഗതി ഇഷ്ടമല്ല, പക്ഷെ വല്ലാതായല്ലോ അതൊരു ഭയങ്കര കുറവ് തന്നെയാണ്. അതുപോലെ ഫവാസിന്റെ ഒക്കെ ഒരു കുറവ്, ഒരു വല്ലാത്ത കുറവ് തന്നെയാണ്. പിന്നെ ചെക്കൻ വരുന്നുണ്ട്, നമ്മള് വിളിച്ചോണ്ട് ചെക്കൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എത്തട്ടെ, നമ്മള് നമ്പൊരു പ്രൊജക്റ്റ് ഉണ്ട്, അത് വീഡിയോ വരും. അത് നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ വരും, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ വരില്ല. ഇതാണിപ്പോ കൊളപ്പുറത്ത് ഗൈസ്. കാരണം കൂരിയാട് ഇതിന്റെ ശേഷം റോഡ് ഇടിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ റൂട്ട് മാറ്റിക്കണം മൊത്തത്തില്. ഇപ്പൊ കറങ്ങി തിരിഞ്ഞു വരണം. അത് നമ്മൾ വീഡിയോയില് പറഞ്ഞിരുന്നു. അങ്ങനെ ആ വീഡിയോ വേറെ. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ കാണാം. അവിടത്തിന്റെ ശേഷം ബാക്കി വിഷ്വൽസ് ഒക്കെ. ഇത് നമ്മളെ വണ്ടിയാ പോണേ. ഓനെ കാണിച്ചറിയാ ഞാന്. ഓനെ നിങ്ങൾ കാണേണ്ട ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടാവും, കണ്ടുണ്ടാവല്ലോ കഴിഞ്ഞ ഇതിലൊക്കെ. എന്ത് പറയാള് മുർഷിനായിട്ട് എന്താ പറയാ? ഒന്നും ഇതാണ്, സുന്ദരനാണ്, സുമുഖനാണ്. ഓനെ കാണൂല, കൂളിംഗ് മുർഷിനായിട്ട് എന്താ പറയാള്? മുർഷി നല്ലൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യത്വമുള്ള, നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. ചില നേരത്തെ ഒരു കുറുമ്പുണ്ടാവുന്നുള്ളൂ. വണ്ടി കൊടുത്താ പിന്നെ മറ്റേ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് കിരികിരിയാണ്. ഓന്റെ വീക്ക്നെസ് വണ്ടിയാണ് അല്ലേ. വണ്ടിന്റെ സ്റ്റാറിങ് കിട്ടിയാൽ മതി ചെക്കൻ. ചെക്കൻ എങ്ങനെ പോകും? അതാണ്. പിന്നെ കറക്റ്റ് ഫാമിലി മാൻ ആട്ടോ, അത് പറയാൻ മറന്നു. കറക്റ്റ് അല്ലേ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? കറക്റ്റ് ഫാമിലി മാൻ ആണ്. പക്ഷെ ഫാമിലി വേണമെന്നുണ്ടോ? ഫാമിലി ചെക്കതാ പോണേ. പിന്നെ അതിൽ ഇസ്മായിലുണ്ട്. ഇസ്മായിലായിട്ട് എന്താ പറയുള്ളത്? ഇസ്മായിൽ ഭയങ്കര സാഗരനാണ്. എല്ലാവരും നല്ല നല്ലതാണ്. നാട്ടുകാര് മാത്രം കുറ്റം പറയുള്ളൂ, പക്ഷെ അതല്ല ഈ മറ്റേ സവാദ് ഉണ്ടല്ലോ അതില്. നല്ല വ്യക്തിയാണ്, അതില് മാറ്റില്ല. തന്നെയാണ് അബു ഡീസന്റ് ആണ്, പക്ഷെ അബുന് ചെറിയ പ്രശ്നമുണ്ട്. ഉറങ്ങിയാ പിന്നെ വരൂല. പാട്ടാടെ വെറുപ്പിച്ചു. നമ്മളെ ചെക്കന്മാരൊക്കെ അടിപൊളിയാണ് അതിൽ ഒന്നുകൂടി ബെറ്റർ ആയത് ഞാനാണ്. അത് നോക്കണം, ഏറ്റവും നല്ല ഞാനാണ്. അതിലെന്താ അഭിപ്രായം? ഓ ജിഷാറാണാ കണ്ട നാട്ടുകാരൊക്കെ നല്ല പറയണ്ടേ. അപ്പൊ നമ്മള് നാട്ടിൽ നല്ല പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറപ്പിച്ചു. അതടിച്ചു. പിന്നെ കല്യാണം മുടക്കണ
നാട്ടുകാരോട് പറ്റി എന്താ പറയാ? കല്യാണം അങ്ങനെ മുടക്കിയിട്ട് അങ്ങനെ റാശീന്റെ തുടങ്ങണ്ടേ? അത് ആലോചിച്ചോ? അത് വേറെ അത് സാധനം ഉണ്ട് കേട്ടോ. അത് പറയല്ലേ, സർപ്രൈസ് തന്നെ. അത് നമുക്ക് ഒട്ടിച്ചു പറഞ്ഞു ചെങ്ങായി. നാട്ടുകാരെ പറ്റി എന്താ പറയാ? നാട്ടുകാർ കല്യാണം വരുമ്പോ ഞാൻ പറയണ്ടേ? നാട്ടുകാർ കല്യാണം മുടക്കുന്നതിനെ പറ്റി എന്താ പറയാ? നാട്ടുകാര് ഇതുവരെയൊക്കെ അങ്ങനെ ന്യൂസ് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളെ കൂട്ടത്തിന്റെ ആരെങ്കിലും മുടക്കി കഴിഞ്ഞാൽ എല്ലാരും ചോദിച്ചു. അത് കൂട്ടത്തിലുള്ള എല്ലാവരും ചോദിച്ചു. എന്താ പറയാ? ഒന്നും പറയാല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ എത്തിയതിനു ശേഷം നമുക്ക് കാണാം. ഓക്കെ അല്ലേ? സെറ്റല്ലേ ഗൈസ്? അപ്പൊ നമ്മള് ലൊക്കേഷന്റെ അടുത്ത് എത്തില്ലേ? എന്താ പറയാനുള്ള റാഷ്യ? ലൊക്കേഷൻ മേലാണ്. അമേസിങ്. നമ്മള് നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, അതിലുള്ള ഒരാളാണ് ഇസ്മായിൽ. ഇതാണ് ഇസ്മായിൽ. ഇതാണ് ഇസ്മായിൽ, നമ്മളെ കഥാപാത്രത്തിലുള്ള ഒരാള്. ഇത് പിന്നെ മുർഷിദ്. മുർഷിദ് എനിക്ക് എന്താ പറയാള്? ജാതിക്ക എന്താ പറയാള് മോനെ? ഒന്നും പറയാനില്ല. അതെന്താ മോനെ കളിക്കുന്ന? ഇതിലിറങ്ങിയല്ലോ അല്ലേ? മുർഷിദ, എന്നെ പറ്റി ഞാൻ വ്ളോഗിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? എന്താണ് സെറ്റ് അല്ലേ? ഇവ എന്ത് പറഞ്ഞ വെറും കള്ളത്തിലേക്കാണ്. ജാതിക്ക പറിക്കണേ. എന്താ പറയാളേ? എന്ത് പറയാള് മോനെ? ജാതിക്ക ജാതിക്ക പറിക്കണ്ടില്ലേ? ജാതിക്ക എത്ര എടുത്ത ചങ്ങായി? എങ്ങനെയുണ്ട് സാധനം? എങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. എക്സ്പ്രസ് ചോദിച്ചെന്നാ രസം കിട്ടില്ല. നമ്മളെ കരിപ്പേന്ന് ചോദിച്ചെന്നുണ്ട്. ഇനി അസംകുട്ടിയൊക്കെ ബൈക്ക് പായുണ്ട്. എന്താ പറയാളേ? എന്ത് പറയാ? ഞാനല്ല ഇതൊക്കെ പൈസ നമ്മൾ കൊടുക്കാം. പൈസ നമ്മളെ കുരു മൊത്തം എടുത്തിട്ടുണ്ടോ? നമ്മള് ലാവിഷടാ, നമ്മള് റിച്ചടാ. എന്താ പറയാളേ? നിങ്ങൾ വ്ളോഗാ? ഇവരാണ് ആളില്ലേ മുർഷിദ്? നമ്മള് പറഞ്ഞു വെച്ചത് ആ വ്യക്തിയാണിത്. മുർഷിദ് വ്യക്തിത്വമില്ലായ്മ എന്തോ ആവാം. ഇസ്മായിലിതാ. ഇസ്മായിൽക്കാ, ഇസ്മായിൽക്കാ മനോഹർ ബാവുണ്ട്, അബുണ്ട്. അബു അന്നെ പറ്റി നല്ല വർണ്ണിച്ചിരിക്കണ് കേട്ടോ. വിഷയമില്ല. അവൻ എത്തേണ്ടടുത്ത് എത്തും. സംഭവം ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളവരല്ലേ? ജാതിക്ക് തോട്ടം അല്ലേ? മഴ പെയ്താ സീനാവൂട്ടോ. ഓ സീനടാ, മഴ സീനാവും. അരീകോട്, അരീകോട്. അത് രണ്ട് കാറായിട്ട് നിലത്ത് വീണത് കഴിക്കാന്ന് പറഞ്ഞല്ലേ മനസ്സിലൊക്കെ? അല്ലേ? നിലത്ത് വീണത് കഴിക്കല്ലേ? അല്ല അല്ല അല്ല, നിലത്ത് വീണത് സ്മൈൽക്ക് ജാതിക്ക എന്താണ് കഴിച്ചു? അപ്പൊ ജാതിക്ക എന്താണ്? ഒക്കെ പാസ് ചെയ്യുന്നത് ഇത് തുടങ്ങിയ മുറിച്ചതാണ്. ഏറ്റവും കൂടുതൽ കുറ്റം കിട്ടില്ല. കട്ട് നമ്മള് നിലത്ത് വേണല്ലോ എടുക്കണേ. ആ
എങ്ങനെ എന്താ പറഞ്ഞേ? ഉത്ഭവം കണ്ടുപിടിച്ചാ ആ കേരാ കേരാ. ഒരു ചൈനയില് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ലോകത്തില് ഏത് രാജ്യക്കാരനെ കയറി മോള് കയറിയപ്പോ എന്താ സംഭവം പൈപ്പിട്ടൊക്കെയാണ്. ഇത് കാണുന്ന പോലെ കണ്ടതാണ് സംഭവം. എടാ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കല്ലേ. ഇതിപ്പോ വീഡിയോ കാണുന്ന ഒരറിവ് ഇപ്പം കട്ട ചാമ്പക്ക തന്നുണ്ട്. ചാമ്പക്കല്ലടാ ജാതിക്ക. ചങ്ങായിക്ക് ജാതിക്ക് ചാമ്പക്ക് തിരിച്ചറിയാത്ത മനസ്സ്. ആന കുറച്ചിട്ടാണത്. ആ പിന്നെ ഇവിടെ ആന ഇറങ്ങണ സ്ഥലം കേട്ടോ. ആന ഇറങ്ങണ സ്ഥലമാണ്. നോക്ക് പണ്ട് ആദ്യമായിട്ട് പഞ്ചായത്ത് ഇട്ട് വന്ന. പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ എത്തിയത്. പക്ഷെ നമ്മളെ ഇത് സ്ഥലം മാറിയതാട്ടോ. സമാനുള്ള സമയത്ത് നമ്മൾ എത്തല്ല എവിടേക്കും. ഇത് ഡെസ്റ്റിനേഷനിലേക്കല്ല എത്തിയത്. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് എത്തിയത്. എവിടെ പോയാലും ഇപ്പൊ ആ നായിന് നെട്ടിച്ചാ. എവിടെ പോയാലും വള്ളി പിടിക്കാനായിട്ട്. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ വള്ളി പിടിക്കാനായിട്ട്. അതൊന്ന് കമന്റ് ചെയ്യട്ടോ. എവിടെ പോയാലും വള്ളി പിടിക്കുന്ന ആളാണിത്. നമ്മളെ ഓളിനോളാണ് കണ്ടത്. നിങ്ങളെങ്ങട്ടെ പോണേ? ഗൈസ് നമ്മള് സ്പോട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. എന്താ പറഞ്ഞേ? നല്ല നല്ല ഒയ്ക്കുണ്ടല്ലേ. ഈ രണ്ട് കപ്പിൾ ഇതാ ഇവിടെ സെന്ററിലെത്താനായി. മറ്റു രണ്ട് സുഹൃത്തുക്കൾ ഇതാ. കാക്കേ എവിടേക്കാ പോണേ? കാക്കേ നിങ്ങളെ വെൽഡിങ്ങിന് പണിക്കുവാ? സീൻ ക്ലൈമറ്റ് ഗൈസ്. മനസ്സിലൊക്കെ എങ്ങനെയുണ്ട്? ഒന്നോ മുർഷിദേ യോ ഫുൾ ടൈം കയറണ്ടേ. സവാദ ഒരു ചാടുവോ? റാശി കാണുന്നതാ. അതൊക്കെ ചാടി സംഭവം സീനാട്ടോ. റാശി അയ്യോ സീന് സീന് സീന്. എങ്ങനെയുണ്ട് മോനെ? ടാസ്കാണ്. ഇതിന്റെ കൂടെ അങ്ങനെ ഒപ്പം പറയണ. ഇതിന്റെ കൂടെ ഒപ്പം പറയണ. അടുത്ത പോവാ. ഞാൻ ചാവലേ. ഓ സോറി കല്ല് സ്ലിപ്പായ ഒക്കെ പോയി. എന്താ പാടേ? അതല്ല
ചെക്കപ്പോൾ എത്തിയില്ലേ? നമ്മൾ തോണിയൊക്കെ തുഴഞ്ഞെത്ര ഉണ്ടാ നീ പുഷപ്പ് എടുക്കടാ. അങ്ങനെ ഞങ്ങള് ആ തലക്കേ നിന്നും ഈ സൈഡിലൂടെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? പിടിച്ച കാല് പിടിച്ച് സ്മൈല് പോര് നല്ല വയ്ക്കണ്ട് കേട്ടോ, നല്ല വയ്ക്കണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പിടിച്ച് പ്രത്യേകം മനസ്സിലാക്കുക, എല്ലാവരും സ്വന്തം റിസ്കിൽ മാത്രം. ഇത് കൂടി വരണേ, വള്ളം കൂടി വരണടാ. എന്ത് പറ്റേ? കയ്യിന്ന് പോയതാ അവിടെ സംഭവിച്ചത്. ഗൈസ് ഫൈനലി നമ്മളെ കുളിക്ക് കഴിഞ്ഞ് 1 2 3 4 ഇപ്പൊ പാറന്റെ സ്ഥലത്ത് വന്ന് കുളിക്കണെന്നുണ്ടെങ്കില് ഇതൊക്കെ. ഹലോ ഗൈസ്, ഇത് നോക്കൂ, ഇവിടെ കിട്ടിക്കണേ. ഇത് വലിയ കുഴപ്പമില്ല. മൊത്തത്തിൽ എല്ലാവർക്കും ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഈ ഫോണൊന്നും വെള്ളത്തിൽ കിടക്കണം. അത് വേണ്ട, അത് വല്ലാത്തൊരാഗ്രഹമായി പോയി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അതെന്നാ പരിപാടി? എങ്ങനെയുണ്ടാ? അറിയില്ല. അറിയില്ല.